വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടികയോടൊപ്പം പാർട്ടിക്ക് പുതിയ കെപിസിസി അധ്യക്ഷനെയും പ്രഖ്യാപിക്കാനൊരുങ്ങി കോൺഗ്രസ്. ബെന്നി ബെഹനാനെ പുതിയ കെപിസിസി അധ്യക്ഷനായി നിയോഗിക്കാനാണ് സാധ്യതയേറുന്നത്. പാർട്ടിയിൽ ഭൂരിഭാഗം പേരും പിന്തുണയ്ക്കുക ബെന്നി ബെഹനാനെയാണ്. അതുകൊണ്ട് തന്നെ ബെന്നി ബെഹനാനാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൂടുതൽ യോഗ്യനെന്നാണ് വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടറിയിച്ചയാളാണ് ബെന്നി ബെഹനാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുന്നതിനാൽ സണ്ണി ജോസഫിനെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയേക്കും. ആന്റണിയുടെ പേരും അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നിരുന്നുവെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റി വിവാദം വിനയാണെന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ സാഹചര്യത്തിൽ ബെന്നി ബെഹനാനാണ് മുൻഗണന. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെപിസിസി പ്രസിഡന്റ് മത്സരിക്കണോ വേണ്ടയോ തുടങ്ങിയ കാര്യങ്ങളും പുതിയ പ്രസിഡന്റ് വരണോ വേണ്ടയോ എന്നത് സംബന്ധിച്ചുമൊക്കെ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. സണ്ണി ജോസഫ് മികച്ച പ്രകടനമാണ് നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വി.ഡി. സതീശന്റെ യാത്ര വമ്പിച്ച വിജയമായിരുന്നുവെന്നും കോൺഗ്രസ് പ്രചരണ സമിതി ചെയർമാനാക്കിയതിന് ഹൈക്കമാൻഡിനോട് നന്ദിയുണ്ടെന്നും രമേശ് ചെന്നിത്തല ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം കോൺഗ്രസ് പ്രചരണ സമിതിയുടെ ആദ്യ യോഗം 16-ന് കെപിസിസി ആസ്ഥാനത്ത് നടക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും 10 വർഷത്തെ ഭരണം കൊണ്ട് ജനങ്ങൾ മടുത്തുവെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ചുക്കും ചുണ്ണാമ്പും ഇവിടെ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞത് ശരിയാണ്. ഒന്നും മനസ്സിലാകാത്ത ഒരാൾ മുഖ്യമന്ത്രിയാണ്. ഇനിയും ഒരിക്കൽ കൂടി നമ്മെ ഭരിച്ചു കളയും എന്ന ചിന്തയാണുള്ളത്. സർക്കാരിന്റെ പണമെടുത്ത് KSRTC ബസ്സിൽ പരസ്യം കൊടുക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ നടന്നത് വൻ തട്ടിപ്പാണ്. നിയമസഭയെ പോലും തെറ്റിദ്ധരിപ്പിച്ചു. മന്ത്രി VN വാസവനെതിരെ ഇന്ന് അവകാശ ലംഘന നോട്ടീസ് നൽകും. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട തെറ്റായ കണക്കുകൾ നൽകി നിയമസഭയെ മന്ത്രി തെറ്റിദ്ധരിപ്പിച്ചു. ബോർഡ് നൽകിയ പണം തിരികെ കൊടുത്തുവെന്നാണ് പറഞ്ഞത്. പക്ഷേ മുഴുവൻ തുകയും ഇല്ലെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു.